സദാചാര പോലീസ് ചമഞ്ഞ് യുവാവിനെയും യുവതിയെയും ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ കുപ്രസിദ്ധ ഗുണ്ട MDMA പിടിയിലായി. കഠിനംകുളം മുണ്ടഞ്ചിറ സ്വദേശി തമ്പുരു വിഷ്ണുവാണ് പിടിയിലായത്. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കൽ കഴിഞ്ഞ് 3 മാസത്തിനിടെ നിരവധി കേസുകളാണ് ഇയാളുടെ പേരിൽ എടുത്തിരിക്കുന്നത്. അമൽ തെനമർബിൽ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അമൽ, ഇതിപ്പോൾ ഓരോ കേസിൽ പെടുക, അകത്താകുക, വീണ്ടും പുറത്തിറങ്ങുക, വീണ്ടും അഴിക്കുള്ളിലാകുക, ഇതൊരു സ്ഥിരം പരിപാടിയാണോ? ഇപ്പോൾ ഇയാൾ MDMA കേസിലാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ വിതരണക്കാരനാണോ അതോ അത് ഉപയോഗിക്കുകയായിരുന്നോ? എന്താണ് പോലീസ് പറയുന്നത് അമൽ? ഉമൈബാൻ, കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കൽ കഴിഞ്ഞ പുറത്തിറങ്ങി 3 മാസത്തിനിടെ നിരവധി കേസുകൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സ്റ്റേഷന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടയായ കഠിനംകുളം മുണ്ടഞ്ചിറ സ്വദേശി തമ്പുരു വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണുവിനെയാണ് 27 വയസ്സുകാരനാണ് MDMA റൂറൽ ഡാൻസ് സംഘം പിടികൂടിയത്. സദാചാര പോലീസ് ചമഞ്ഞ യുവതിയെയും യുവാവിനെയും ആക്രമിച്ച കേസിൽ റിമാൻഡിലായി ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ ഈ തമ്പുരു വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണു. ഈ കാപ്പ നിയമപ്രകാരം അകത്തു പോയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി നിരവധി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിഷ്ണു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ MDMA കച്ചവടം നടത്തുന്നതായി ഒരു വിവരം പോലീസിന് ലഭിച്ചു. അതേ തുടർന്ന് ഡാൻസ് സ്റ്റാഫ് സംഘം വീടിന് സമീപത്തേക്ക് എത്തിയത്. അവിടെ നിന്നുമാണ് വിഷ്ണുവിനെ പിടികൂടിയത്. കഠിനംകുളം പോലീസിന് പിന്നീട് പ്രതിയെ കൈമാറുകയും ചെയ്തു. 2.2 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. 10:30യോടുകൂടി ചില്ലറ വിൽപ്പനയ്ക്കായി ഇടപാടുകാരനെ കാത്തു നിൽക്കുന്നതിനിടെയാണ് വിഷ്ണുവിനെ പിടികൂടിയത്. ഈ MDMA വിൽക്കുന്ന ആൾ തന്നെയാണ് വിഷ്ണു. വധശ്രമവും അതോടൊപ്പം തന്നെ പോലീസിനെ ആക്രമിച്ചതും ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇതിനോടകം തന്നെ പ്രതിയാണ് വിഷ്ണു. അങ്ങനെയാണ് കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.